നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിറന്നാൾ ദിനത്തിൽ മരണം. ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിലും തുടർന്ന് തൂണിലും ഇടിച്ചുണ്ടായ അപകടം. ഈ അപകടത്തിൽ യാത്രികരായ IT ഉദ്യോഗസ്ഥർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. എറണാകുളം വാഴപ്പള്ളി സ്വദേശി നവീൻ സിബി 25 വയസ്സ്, സുഹൃത്ത് തൊടുപുഴ സ്വദേശി മൃദുല ആൻഡ് ഉമ്മൻ എന്നിവർക്കാണ് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. കഴക്കൂട്ടത്തെ UST ഗ്ലോബൽ കമ്പനിയിൽ ടെസ്റ്റിംഗ് വിഭാഗം ഉദ്യോഗസ്ഥനാണ് നവീൻ. കിൻഫ്രയിലെ ഇവായ് കമ്പനിയിൽ അസോസിയേറ്റ് ആണ് മൃദുല. ബൈപ്പാസിൽ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപം ഇന്നലെ വൈകിട്ട് 3:30 ഈ അപകടമുണ്ടായത്. മൃദുലയും നവീനും കോളേജ് പഠനകാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് ഉറ്റവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവീൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ. ഇരുവരും ഒരുമിച്ച്, അതായത് നവീനും മൃദുലയും ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കാനായി കോവളത്തേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ദാരുണമായ അപകടം സംഭവിച്ചത്. മൃദുല സംഭവ സ്ഥലത്തും നവീൻ ആശുപത്രിയിൽ എത്തിച്ച ശേഷവുമാണ് മരിച്ചത്. ബൈക്കിൽ മറ്റെന്തെങ്കിലും വാഹനം തട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തിരുവല്ലം SHO ബിജു പ്രതികരിച്ചു. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. അതേസമയം ബൈപ്പാസിൽ ഇത്തരത്തിൽ അപകട മരണങ്ങൾ ആവർത്തിക്കുകയാണ്. പക്ഷേ അധികൃതർ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഒരു വശത്ത് ശക്തമാവുന്നുണ്ട്. ബൈപ്പാസിൻ്റെ തിരുവല്ലത്തിനും പയറുമൂടിനും മധ്യ അപകടങ്ങൾ തുടർ സംഭവങ്ങളാണ് എന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ പ്രതികരിക്കുന്നത്. ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാണെന്ന് ആരോപിക്കപ്പെടുന്ന അതേ സ്ഥലത്താണ് മൃദുലയ്ക്കും നവീനും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്. തിരുവല്ലം പാച്ചല്ലൂർ, ചുടുകാട്, വാഴമുട്ടം, വെള്ളാർ, കോവളം ജംഗ്ഷൻ, മുക്കോല, പയറുമൂട് തുടങ്ങിയവയെല്ലാം ബ്ലാക്ക് സ്പോട്ടുകളായി കണ്ട് അപകടരഹിത മേഖലയാക്കാൻ നടപടി ഉണ്ടാകണമെന്നും ദേശീയപാത അതോറിറ്റിയും പോലീസ് മോട്ടോർ വാഹന വകുപ്പുകളും പറഞ്ഞിരുന്നതാണ്. തെരുവ് വിളക്ക്, സിഗ്നൽ, മുന്നറിയിപ്പ് ബോർഡുകൾ എന്നിവ ഇല്ലാത്തതടക്കം ഈ ഭാഗത്തെ അപകടങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണങ്ങൾ പലതാണ്. പാച്ചല്ലൂർ ചുട്ടുകാട് ക്രോസിംഗിൽ രാത്രി ഒട്ടേറെ പേർ മരിച്ചിട്ടും ഇവിടെ വഴിവിളക്ക് സ്ഥാപിക്കാൻ നടപടിയില്ല. ഒട്ടേറെ റോഡുകൾ സംഗമിക്കുന്ന കോവളം ജംഗ്ഷനിൽ സിഗ്നൽ ഇല്ലാതായിട്ട് ആഴ്ചകളേറെയായി എന്ന ഒരു ആരോപണം കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്നാലും ബൈപ്പാസ് ആ ഒരു പ്രദേശം അപകടങ്ങളെ തുടർക്കഥയായി മാറുകയാണ്. വേണ്ട നടപടി ഇനിയെങ്കിലും സ്വീകരിക്കണമെന്ന ആവശ്യം ഒരു വശത്ത് ശക്തമാവുകയാണ്. മൃദുല, നവീൻ എന്ന 25 വയസ്സുള്ള 2 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ആർക്കും ഇത്തരത്തിൽ അപകടം സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടിയുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. അതേസമയം പ്രിയപ്പെട്ട മലയാളി വാർത്താ പ്രേക്ഷകരെ, നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ലിഫ്റ്റിൽ തലകുടുങ്ങി 75-കാരന് ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത, അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ കൂടി വിശദമായി നോക്കാം. കഴുത്ത് ഞെരിഞ്ഞാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. റോഡ് നിരപ്പിൽ നിന്നും ഉയരത്തിലുള്ള വീട്ടുമുറ്റത്തേക്ക് ആണ് ഇത്തരത്തിലുള്ള ലിഫ്റ്റ് സജ്ജമാക്കിയിരുന്നത്. നിർമ്മാണ മേഖലയിൽ സാധനങ്ങൾ ഉയർത്താൻ ഉപയോഗിക്കുന്ന ലിഫ്റ്റുകൾക്ക് സമാനമായി ചട്ടക്കൂട് മാത്രമുള്ള ലിഫ്റ്റാണ് മാത്തുക്കുട്ടിയുടെ വീട്ടുമുറ്റത്ത് നിന്ന് 4 മീറ്ററോളം താഴെയുള്ള റോഡ് നിരപ്പിലെ കാർ പാർക്കിങ്ങിലേക്ക് സജ്ജമാക്കിയിരുന്നത്. ഇതിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇരുമ്പ് കമ്പികൾക്കിടയിൽ തല കുടുങ്ങി കഴുത്ത് ഞെരിഞ്ഞാണ് അദ്ദേഹം മരിച്ചത്. മരണകാരണം അത്തരത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആറന്മുള പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് ആറന്മുള പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തത്. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടപ്പോൾ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം നിലച്ചു. ഈ സമയം അകത്തുണ്ടായിരുന്ന മാത്തുക്കുട്ടി തല പുറത്തേക്കിട്ടിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നതിനിടെ ലിഫ്റ്റ് വീണ്ടും ഉയരുകയും ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുമാണ് പ്രാഥമിക നിഗമനം. 2 കമ്പികൾക്കിടയിൽപ്പെട്ട് കഴുത്ത് ഞെരിഞ്ഞാണ് അദ്ദേഹം മരിച്ചത്. 20 മിനിറ്റോളം കഴിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി കമ്പി മുറിച്ചാണ് പുറത്തെടുത്തത്. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വിഭാഗം ലിഫ്റ്റിൽ പരിശോധനയടക്കം നടത്തുകയുണ്ടായി. ജില്ലാ ഇലക്ട്രിക് ഇൻസ്പെക്ടർ AM രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ലിഫ്റ്റ് എന്ന വിഭാഗത്തിൽ ഇതിനെ, അതായത് വീട്ടിൽ സജ്ജമാക്കിയിരുന്ന ലിഫ്റ്റിനെ ലിഫ്റ്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇത് കേവല സാധനങ്ങൾ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാൻ മാത്രം ഉപയോഗിക്കുന്ന ഉപകരണം, അങ്ങനെ മാത്രമേ ഇതിനെ കണക്കാക്കാൻ സാധിക്കൂ എന്നാണ് ജില്ലാ ഇലക്ട്രിക് ഇൻസ്പെക്ടർ AM രാജേന്ദ്രൻ പരിശോധനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. വലിയ ഫാക്ടറികളിലും നിർമ്മാണ മേഖലയിലുമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സജ്ജീകരണം കൂടുതലായി ഉള്ളത്.
അദ്ദേഹത്തിന്, അതായത് മാത്തുക്കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാത്തുക്കുട്ടിക്കും ഭാര്യ അന്നമ്മയ്ക്കും റോഡിൽ നിന്ന് പടിക്കെട്ട് കയറാൻ ബുദ്ധിമുട്ടായതോടെ ഇത്തരത്തിലൊരു കാർ പോർച്ചിൽ ലിഫ്റ്റ് സജ്ജമാക്കി കൊടുത്തത്. റോഡ് നിരപ്പിലെ കാർ പോർച്ചാണ് ലിഫ്റ്റിൻ്റെ ആദ്യ നില. ഇതിനു മുകളിലെ സ്റ്റോർ റൂം 2ാം നിലയും വീട്ടുമുറ്റം 3ാം നിലയുമാണ്. റോഡിലേക്ക് ഇറങ്ങാനും സാധനങ്ങൾ കൊണ്ടുപോകാനും മാത്തുക്കുട്ടി ഈ ലിഫ്റ്റിനെയാണ് കൂടുതൽ ആശ്രയിച്ചിരുന്നത്. മാത്തുക്കുട്ടിയുടെ മക്കൾ വിദേശത്താണ്. ഇവർ നാട്ടിലെത്തിയ ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടത്തുക. ഉച്ചയ്ക്ക് 12:40 അന്നമാമയുടെ നിലവിളി കേട്ടാണ് അയൽവക്കത്തുള്ളവർ ഓടിയെത്തിയത്. അതായത് മാത്തുക്കുട്ടിയുടെ ഭാര്യ. വീട്ടുമുറ്റത്ത് നിന്ന് ലിഫ്റ്റിലേക്ക് നോക്കി കരയുകയായിരുന്നു അന്നമ്മ മാത്യു. 2 കമ്പികൾക്കിടയിൽ കഴുത്തുപെട്ട് അനങ്ങാനാകാതെ മാത്തുക്കുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഓടിയെത്തിയവരൊക്കെ കണ്ടത്. വളരെ ഭീകരമായ കാഴ്ച, ഭയാനകമായ കാഴ്ച, വേദനാജനകമായ കാഴ്ച. വൈദ്യുതി ഓഫാക്കി വെട്ടുകത്തി എടുത്ത് ലിഫ്റ്റ് തുറക്കാൻ ഓടിയെത്തവർ ശ്രമിച്ചു. പക്ഷേ അത് ശ്രമം ഫലം കണ്ടില്ല. ഇതോടെയാണ് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചത്. 20 മിനിറ്റോളം കഴിഞ്ഞാണ് അഗ്നിരക്ഷാസേന എത്തിയത്. അവരെത്തുമ്പോഴേക്കും അവരുടെ കൺമുന്നിൽ മാത്തുക്കുട്ടി മരിച്ചിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷികളായ നാട്ടുകാർ അടക്കമുള്ളവർ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങൾ പ്രതികരിച്ചിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അന്നമ്മയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെയായിരുന്നു ആ നാട്ടുകാർ ആയിരുന്നത്. അവരുടെ മുന്നിൽ ഏതാണ്ട് 20 മിനിറ്റിനധികം എടുത്തു ആ മനുഷ്യൻ മരണത്തോട് മല്ലടിച്ചത്. അപകടത്തിന് മിനിറ്റുകൾക്ക് മുൻപും ഇതേ ലിഫ്റ്റ് ഉപയോഗിച്ചാണ് മാത്തുക്കുട്ടി റോഡിലേക്ക് ഇറങ്ങിയത്. മാത്രമല്ല പരിചയക്കാരുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. മാത്തുക്കുട്ടിയുടെ വീട്ടിൽ മരം മുറിക്കാൻ തൊഴിലാളി എത്തിയിരുന്നു. ജോലി ചെയ്ത് ക്ഷീണിച്ചതല്ലേ, ലിഫ്റ്റിൽ താഴെ ഇറക്കാം എന്ന് പറഞ്ഞ് തൊഴിലാളിയുമായി റോഡിലേക്ക് പോയതായിരുന്നു മാത്തുക്കുട്ടി. ഇയാളെ യാത്രയാക്കിയ ശേഷം തിരികെ ലിഫ്റ്റിൽ വീട്ടുമുറ്റത്തേക്ക് കയറിയപ്പോഴാണ് ഈ അപകടം കാത്തിരുന്നത്. പത്തനംതിട്ട അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KP പ്രദീപ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ S ഫ്രാൻസിസ്, A രഞ്ജിത്ത്, NR തൻസീർ, T അജു, ഹോംഗാർഡ് N അനിൽകുമാർ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ വാർത്തയാണ് വീട്ടിലെ ലിഫ്റ്റിൽ തലകുടുങ്ങി ഈ മരണം സംഭവിച്ചത്. റോഡിൽ നിന്ന് ഉയരത്തിലുള്ള വീട്ടിലേക്ക് എത്തുന്നതിനായി സ്ഥാപിച്ച ലിഫ്റ്റിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു അത്. ദൃക്സാക്ഷികളടക്കമുള്ളവർ കണ്ടു. മാത്തുക്കുട്ടിയുടെ ഭാര്യയും അത് കണ്ടു എന്നതാണ് ഏറെ വേദനാജനകം. റോഡിൽ നിന്ന് വീട്ടുമുറ്റത്തേക്കുള്ള ലിഫ്റ്റിൽ നിന്ന് ശബ്ദം കേട്ട് മാത്തുക്കുട്ടിയുടെ ഭാര്യ അന്നമ്മ മാത്യു വന്നപ്പോഴാണ് ലിഫ്റ്റിലെ ഇരുമ്പ് പൈപ്പിൽ തല കുടുങ്ങിയ നിലയിൽ സ്വന്തം ഭർത്താവിനെ കണ്ടത്. അന്നമ്മയെ അയൽക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ എല്ലാം വിഫലമായി പോയി. എന്തായാലും പരിശോധനയൊക്കെ നടത്തിയിരിക്കുകയാണ്. ഇതിനെ ലിഫ്റ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാണ് വിദഗ്ധരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ലിഫ്റ്റ് നിർമ്മിച്ചത് 2 വർഷം മുൻപായിരുന്നു. മാത്തുക്കുട്ടിക്കും ഭാര്യ അന്നമ്മയ്ക്കും വേണ്ടിയിട്ടാണ് മക്കൾ ഇത്തരത്തിലൊരു സൗകര്യം ഒരുക്കി കൊടുത്തത്. ഇരുവരും മാത്രമായിരുന്നു വീട്ടിൽ താമസം. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടറും റോപ്പും ഉൾപ്പെടുന്ന സംവിധാനമാണ് സജ്ജമാക്കിയത്. വശങ്ങൾ ടിൻ ഷീറ്റും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചാണ് മറച്ചിരുന്നത്. റോഡ് നിരപ്പിലുള്ള കാർ പോർച്ചിന്റെ ഒരു മൂലയിലാണ് ലിഫ്റ്റ് നിർമ്മിച്ചത്. വീട്ടിലേക്കുള്ള സാധനങ്ങളും മറ്റും കൊണ്ടുപോയിരുന്നതും ഇതേ ലിഫ്റ്റിലൂടെയാണ്.